ഹായ് ഗൈസ്, ക്രിസ്മസ് ആയിട്ട് വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ. അതെ, ഇന്ന് ഞങ്ങൾ ഓഫീസിൽ നല്ല മുന്തിരി വൈൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോ വൈൻ ഉണ്ടാക്കുന്ന വീഡിയോയുടെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്നാക്കി വെച്ചത് മുന്തിരി ഞങ്ങൾ കഴുകാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഏളം ചൂടുവെള്ളത്തിലാണ് ഞങ്ങൾ മുന്തിരി കഴുകി എടുക്കുന്നത്. ഇനി കഴുകിയ മുന്തിരി നമുക്ക് ജാറിലേക്ക് ഇടാം. മുന്തിരി ഇടുന്നതിനനുസരിച്ച് നമ്മളത് ഉടച്ചു കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പരിപാടി സെറ്റ് ആവില്ല. വൈൻ ഉണ്ടാക്കൽ പരിപാടിയുടെ മെയിൻ ആള് ആൽവീനയാണ്. ആൽവീനയുടെ ശിക്ഷണത്തിലാണ് ഞങ്ങൾ ഇവിടെ വൈൻ്റെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പഞ്ചസാര ഇട്ട് നമ്മൾ വീണ്ടും മിക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വൈൻ മിക്സ് ചെയ്യണ കണ്ടിട്ട് എല്ലാവരും കൂടി ഓടി വന്നിട്ട് അവർക്ക് മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടിയായി വൈൻ ഉണ്ടാക്കൽ പരിപാടികൾ. അങ്ങനെ മുന്തിരി മൊത്തം നമ്മൾ ജാറിലിട്ടുണ്ട്. നമ്മൾ മൊത്തം 2 കിലോ മുന്തിരിയാണ് എടുത്തേക്കുന്നത്. അടുത്ത പരിപാടി ഒരു കിഴി കെട്ടിയ ഒരു സാധനം നമ്മൾ അതിലേക്ക് ഇടാൻ പോവാണ്. ഇതിന്റെ പേരെന്താന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങൾ വൈൻ മിക്സ് ചോദിച്ചപ്പോൾ അതിന്റെ കൂടെ ഇത് തന്നതാണ്. ഇതിന്റെ പേരറിയാവുന്നൊരു കമന്റ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ യമുന അത് നല്ല കിഴിയായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. അനകയാണെങ്കിൽ ഇപ്പോഴേ മുന്തിരി ജ്യൂസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇടേണ്ടത് ഈസ്റ്റ് ആണ്. നല്ലോണം ഫെർമെന്റേഷൻ നടക്കണമെങ്കിൽ നമ്മൾ നല്ല ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഈസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈസ്റ്റ് ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വായിൽ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ചിലവർക്ക് വായിൽ വെള്ളം വരെ വന്നു തുടങ്ങി. ഇനി നമ്മുടെ അടുത്ത പരിപാടി നേരത്തെ നമ്മൾ കെട്ടിവെച്ച ആ കിഴി നമ്മൾ അതിലേക്ക് ഇടാണ്. എല്ലാവരും വിചാരിച്ചത് കിഴി ഇടുമ്പോഴത്തേക്കും താഴ്ന്നു പോകുന്നതാണ്. പക്ഷെ അത് അങ്ങനെ മുകളിൽ പൊങ്ങി അങ്ങ് കിടന്നു. ഇതെല്ലാം കണ്ട് ഒരാൾ ഇവിടെ സൈഡിൽ ഇരിക്കണ്ടേ. അങ്ങനെ നമ്മൾ താഴ്ന്നു വന്ന കിഴി നമ്മൾ മുക്കി താഴ്ത്തിയിട്ടുണ്ട്. എത്രയൊക്കെ മുക്കി താഴ്ച്ചാലും വീണ്ടും വീണ്ടും അത് ഇങ്ങനെ പ്ലക്കും എന്ന് പറഞ്ഞ് പൊങ്ങി വരും. അത് കണ്ടിട്ടുള്ള ചിരിയാണ് ഈ കാണുന്നത്. അങ്ങനെ വൈനിലേക്ക് നമ്മൾ ബാക്കി സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണ പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത്. അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ നല്ല വെള്ള തുണി വെച്ചത് ജാർ കെട്ടി അടച്ചു വെക്കാൻ പോവാണ്. കെട്ടാൻ വേണ്ടി ഇവിടെ ഒരാൾ തുണി വെച്ച് അടച്ചു നിൽക്കണം. പക്ഷെ ഇത് കെട്ടാൻ ഇപ്പൊ ആളില്ല. ഇവിടുത്തെ ഇപ്പോഴത്തെ തർക്കം ആരും ഇത് കെട്ടുന്നുള്ളതാണ്. എല്ലാരും കൂടി കുഞ്ഞു പിള്ളേരെ പോലെ അമൃതേച്ച് കെട്ട്, ആൽവിനെ കെട്ട്, യമുന കെട്ട്, ഇങ്ങനെ പറഞ്ഞ് തമ്മിത്തല് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അവസാനം വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ചുക്കാൻ പിടിച്ച ആൽവിനെ തന്നെയാണ് നമ്മുടെ ജാർ കെട്ടാൻ പോണത്. അങ്ങനെ ആൽവിനയുടെ കെട്ട് ഇത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വൈനിടൽ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി സോക്കിംഗ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഞങ്ങൾ സോക്ക് ചെയ്തിടാൻ പോവാണ്. 4 പേര് കൂടി നിരന്ന് നിന്ന് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം ഇവിടെ കട്ട് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ചിലവർ നൈസായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാവർക്കും കൂടി ജാറിലേക്ക് ഇടാം. അങ്ങനെ കട്ട് ചെയ്ത ഓരോ ഡ്രൈ ഫ്രൂട്ട്സും ഓരോരുത്തരായിട്ടാണ് ജാറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനലായിട്ട് ഞാനും കൂടി ഇട്ടുണ്ട്. അടുത്തായിട്ട് 3 അക്ഷരമുള്ള ഒരു സ്പെഷ്യൽ ദ്രാവകം അതിലേക്ക് ഒഴിച്ച് ഞങ്ങൾ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കി മണത്തൊക്കെ നോക്കുന്നുണ്ട് പിള്ളേർ. സോക്ക് ചെയ്തതിന്റെ ചെറിയൊരു എഫക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് പിള്ളേർക്ക്. മിക്സിംഗ് അത്ര ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത മിക്സ് ചെയ്യാൻ പോകുന്നത് അമൃതേച്ചിയാണ്. കുലുക്കി സർബത്ത് അടിക്കുന്നവരെയാണ് അമൃതേച്ചി മിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അമൃതേച്ചി പിന്നെ എന്ത് കാര്യത്തിലും പ്രൊഫഷണൽ ആണ്. അപ്പോ സോക്കിയിലും വൈനിടലും പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പൊ ഇത്ര ഉള്ള കുട്ടി വിശേഷങ്ങൾ. അപ്പൊ എല്ലാവർക്കും ബൈ.